ഫോൺ ചോർത്തുന്നതിന് വേണ്ടി ഒരു അധികാരം പോലീസ് ആക്ട് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. ഫോൺ ചോർത്തണമെന്ന് വരിക ചില ക്രിമിനൽ ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടി വിവരങ്ങൾ സംഭരിക്കേണ്ടി വരും. ആ വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോൺ ചോർത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചാൽ അതിന് ചില പെർമിഷൻസ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും DIGയിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റ് ഹോം സെക്രട്ടറിക്ക് കൊടുക്കണം. ഹോം സെക്രട്ടറി അത് അനുവദിക്കണം. ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രം നിശ്ചിതമായ കാലഘട്ടത്തിലേക്ക് ചോർത്താൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അതല്ല. ഇവിടെ മന്ത്രിമാരുടെ പോലും ഫോൺ ചോർത്തുന്നു എന്ന് പറയുകയാണ്. അവരുടെ എല്ലാ രഹസ്യമായ നീക്കങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നു എന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആർക്കും സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാക്കി ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഇവർക്കൊക്കെ തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർക്ക് പോലും അവരുടെ നിയമസഭാ അംഗങ്ങൾക്ക് പോലും ഇന്നത്തെ പോലീസ് നയത്തെക്കുറിച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവരതിനെ ഡിസോൺ ചെയ്യുന്നു, കൈ കഴുകുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളിലേക്ക് കേൾക്കുന്നത് സ്വർണ്ണക്കടത്ത് വരക്കുക, പിന്നെ അത് പൊട്ടിച്ചെടുക്കുക, അതിനകത്തുനിന്ന് സ്വർണം കൊണ്ടുപോകുക, അവർക്കെതിരെ കേസില്ലാതെ വരിക, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. ഇപ്പോൾ അൻവർ പറയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് തന്നെയാണെന്നാണ്, പോലീസിൻ്റെ തലപ്പത്ത് തന്നെയാണ് എന്നാണ്. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ഗൂഢസംഘം നമ്മുടെ പോലീസിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഭരണത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നല്ലേ അൻവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആരും മിണ്ടുന്നില്ലല്ലോ. കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേളിലാണ്, പൊട്ടിത്തെറിക്കുന്നത് എപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു അൻവറിലൂടെ. യഥാർത്ഥത്തിൽ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. IPC വ്യവസ്ഥ അനുസരിച്ച് കേസുമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പ്രബലന്മാരായ ഒരാളിനെ കൈവിലങ്ങ് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ കയറൂരി നടക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതുപോലെ സത്യം പറഞ്ഞാൽ കൈവിട്ട ഒരു ഏർപ്പാട് കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായി എനിക്കറിയുകയില്ല. ഇവിടെ പ്രതിപക്ഷ ഭരണകക്ഷിയുടെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോഴിതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കുകയാണെന്ന് വരികിൽ നമുക്ക് കേരളത്തിൽ ആർക്കാ സുരക്ഷിതത്വം? ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും ഗഡ് പോയിന്റിൽ നിൽക്കുകയാണ്. ആരെപ്പോൾ വെടിയേറ്റ് വീഴും എന്നറിയത്തില്ല. ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വരികിൽ കേരളത്തിൻ്റെ സുരക്ഷിതത്വം എവിടെ? കേരളത്തിൻ്റെ നിയമസമാധാന പാലനം എവിടെ? എല്ലാം തകർന്ന് മണ്ണടിഞ്ഞിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കേരള പോലീസിനെ കൊണ്ടുപോകുന്നു എന്നാണ് ശ്രീ അൻവറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആരും സുരക്ഷിതരല്ല എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എല്ലാവരുടെയും മേളിലൊരു സർവൈലൻസ് നടക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാക്കുകയാണ്. ഭയപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. ആ ഭയപ്പാടിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ള മെസ്സേജാണ് അതിലൂടെ വരുന്നത്. കേരളം സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനമായി മാറി. കേരളം യഥാർത്ഥത്തിൽ ക്രിമിനലുകളുടെ നാടായി മാറിയിരിക്കുന്നു.